ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാന്താരി മുളക് കൊണ്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഈ അച്ചാറിൽ നമ്മൾ കാന്താരിയും നാരങ്ങ, വെളുത്തുള്ളി, കറിവേപ്പില, കായം അങ്ങനെ എല്ലാം ചേർത്തിട്ട് നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ വേണം. നല്ലപോലെ വിളഞ്ഞ് പഴുത്ത കാന്താരി, പഴുക്കാത്തത് കൊണ്ട് കേട്ടോ, എല്ലാം നന്നായിട്ട് വിളഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ച കളറിൽ കാണുന്നത് നാടൻ കാന്താരി. നാടൻ കാന്താരിക്ക് എരിവ് വളരെ കൂടുതലാണ്, മറ്റേത് അത്രയും എരിവില്ല കേട്ടോ, ഇതിനേക്കാൾ കുറച്ച് കുറവുണ്ട്. എല്ലാം പറിച്ചെടുത്തിട്ട് വന്ന ശേഷം നല്ലപോലെ കഴുകി ഒരു കണ്ണാപ്പി വെച്ച് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് നല്ലപോലെ വെള്ളമയം കളഞ്ഞെടുത്തിട്ടുള്ള കാന്താരി ഇത്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതേ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. 125 ml കപ്പിൽ 1 കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഇതും ചെറുതായിട്ടൊന്ന് ചുവക്കാൻ തുടങ്ങുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തൊന്ന് വേകുന്ന വരെ ഇളക്കി എടുക്കണം. തീ കൂട്ടിയിടരുത് ഈ സമയം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി കൊത്തി അരിഞ്ഞ് ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ കായം വറുത്ത് പൊടിച്ചതും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പുപൊടി 2 ടീസ്പൂൺ. ഇപ്പോൾ ഇത്ര ഇട്ടാൽ മതി, പിന്നീട് ചേർക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് നമ്മൾ കാന്താരി ഇട്ടൊരു 3-4 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറുതായിട്ട് ആ മുളകിലൊന്ന് വാട്ടൽ പിടിക്കുന്ന സമയം വരെ, അല്ലാതെ എണ്ണയിൽ കിടന്ന് വരട്ടി വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് 3/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്തിട്ട് കുറച്ച് ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട്. അധികം വിളയാത്ത നാരങ്ങയുണ്ട്, ചെറിയ കയ്പും ഉണ്ട്, ജ്യൂസും വളരെ കുറവായതുകൊണ്ട് ആവിയിൽ വെച്ചിട്ട് അതിൻ്റെ കയ്പൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് 1/4 കിലോ ചേർക്കാം. ഇങ്ങനെ നാരങ്ങ ചേർക്കുന്നതിന് പകരമായിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്താലും മതി. ഇങ്ങനെ അച്ചാറിൽ നാരങ്ങ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും മണവും ഒക്കെ കിട്ടുകയും ചെയ്യും. മുളകിൻ്റെ എരിവും കുറഞ്ഞ് കിട്ടും. ഈ കപ്പിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ പോകുന്നത്. വിനാഗിരി ചേർത്ത് തിളപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ ചേർക്കാം. ഇപ്പോഴും നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്, തിളച്ച വെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി നമുക്ക് 2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അച്ചാറിൽ എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന മാതിരി തന്നെ ചേർക്കണം. 1 ടീസ്പൂൺ പഞ്ചസാര. നാരങ്ങയ്ക്ക് നല്ല പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പ് നല്ലപോലെ പിടിക്കും. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുപൊടിയും കൂടെ ചേർക്കാം. ഇപ്പോൾ ഇത് പരുവത്തിനുണ്ട്. അതുപോലെ നമുക്ക് അച്ചാറിടുന്ന സമയത്ത് ഈ കാന്താരിയുടെ കാമ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് ചേർക്കാം. ഈ കാമ്പ് ഇതുപോലെ ചേർത്താൽ നമുക്ക് ആവശ്യത്തിന് കാന്താരി എടുത്തിങ്ങനെ ഒന്നിച്ച് പിടിച്ചിട്ട് കടിച്ച് കഴിക്കാം. അതുകൊണ്ട് അങ്ങനെ ചേർത്താൽ ഏത് വിധത്തിൽ വേണമെങ്കിലും ചേർക്കാം. അച്ചാർ നല്ലപോലെ തണുത്ത ശേഷം വെള്ളമയം ഒട്ടുമില്ലാത്ത ഇതുപോലെ കഴുകി ഉണങ്ങിയ ബോട്ടിലുകളിലിട്ട് വയ്ക്കുക. നന്നായിട്ട് തണുത്ത ശേഷമേ അടയ്ക്കാവുള്ളൂ. ആവശ്യത്തിനനുസരിച്ച് ചെറിയ ബോട്ടിലിട്ട് വെച്ചിട്ട് നമുക്ക് എടുക്കാം. കുറഞ്ഞ ഒരു 7 ദിവസമെങ്കിലും ആകുമ്പോഴേ അച്ചാറിനൊരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. ചെറുതായിട്ട് കുറച്ച് ദിവസം കൂടി ഇരുന്ന് പഴകുമ്പോഴേ കൂടുതൽ നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഒരു 9 ദിവസമായിട്ടുണ്ട് നമ്മുടെ അച്ചാർ ഉണ്ടാക്കിയിട്ട്. കാന്താരി കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് നല്ലതാണെന്നാണ് പറയുന്നത്. കുറച്ച് കഴിച്ചാൽ, ഒരുപാട് കഴിക്കരുത്, അതിൻ്റെ ഒരളവിൽ കഴിച്ചാൽ മതി. അതുപോലെ നമുക്ക് കുറച്ച് മോരെടുത്തിട്ട് അതിനകത്തിൽ ഈ അച്ചാർ ഒഴിച്ചിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴിക്കാം. അതിലൊക്കെ നല്ല എന്താണെന്ന് ചോദിച്ചാൽ പഴഞ്ചോറ് കഴിക്കണം. അപ്പോൾ കുറച്ച് പഴഞ്ചോറ് ഇതുപോലെ എടുത്ത ശേഷം നല്ല കട്ട തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന തൈരല്ല ഉദ്ദേശിച്ചത്, ഇതുപോലെ വീട്ടിലുണ്ടാക്കി എടുക്കുന്ന തൈരിന് നല്ല ടേസ്റ്റ്. പറ്റുമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഉപയോഗിക്കണം. ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർക്കുമ്പോൾ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും. പിന്നെ ആവശ്യത്തിന് അച്ചാറും. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നല്ലപോലെ ഇളക്കിയിട്ട് പഴങ്കഞ്ഞി ഒന്ന് കുടിക്കണം. എന്താ ഒരു ടേസ്റ്റ്! അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണമുള്ളൊരു സാധനം ഈ പഴങ്കഞ്ഞി കുടിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇതുപോലെ പഴങ്കഞ്ഞി കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. നാരങ്ങയുടെ അളവ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, മറ്റത് പറയാൻ വിട്ടുപോയി. 125 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നത്, കുറച്ച് വലുതായതുകൊണ്ട് ഒന്ന് മുറിച്ച് ചേർത്തെന്ന് മാത്രം. അതുപോലെ 450 ഗ്രാം കാന്താരി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ടൊരളവൊന്നുമില്ല, ഞാൻ ഒരു ഉദ്ദേശ കണക്ക് പറഞ്ഞു. അപ്പോൾ ഇത്ര ചേർക്കുമ്പോൾ അതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യും. വെളുത്തുള്ളി കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.